ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്ന അബുദാബിയിലെ അൽ സഹീൽ ബീച്ചിലേക്കാണ്. അൽ സഹീൽ ബീച്ച് അബുദാബിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബീച്ചുകളിൽ ഒന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അബുദാബിയിലെ കോർണിഷിലാണ്. അവിടുത്തെ അൽ സഹീൽ ഗേറ്റ് 3 and 4 തികച്ചും ഫ്രീ ആണ്. എൻട്രി ഫീ ഇല്ലാതെ തന്നെ അവിടുത്തെ ബീച്ചിലെ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ കുട്ടികളെയും കൂട്ടി ബീച്ചിൽ പോയി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. ജോബീഷാണ് ഇന്നത്തെ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തെത്തിയപ്പോൾ പബ്ലിക് ബീച്ചിൽ ധാരാളം ആളുകളെ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി അൽ സഹീൽ ബീച്ച് ഗേറ്റ് 5 കയറാമെന്ന് വിചാരിച്ചു. അവിടെ ഫ്രീ അല്ല, അവിടെ ഫീസുണ്ട്. അപ്പോൾ നമ്മൾ കാറ് കോർണിഷിൻ്റെ ഓപ്പോസിറ്റ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്നതാണ് പബ്ലിക് ബീച്ച്. അതിനുശേഷം മുന്നോട്ട് അല്പം നടക്കുമ്പോഴത്തേക്കും ഗേറ്റ് 5 ഗേറ്റ് 5 and 6 മിക്സഡ് ബീച്ചാണ്. കൂടാതെ അവിടെ എൻട്രി ഫീയും ഉണ്ട്. നമ്മുടെ ടൂറിൽ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത്, നമ്മുടെ ടൂറിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും നമ്മളോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നതും ജോബീഷാണ്. അപ്പോൾ ജോബീഷ് മുന്നിൽ നടന്നു. ഇവിടെ കോഫി ഷോപ്പുകളും ടീ ഷോപ്പുകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബീച്ചിൻ്റെ എല്ലാ ഗൈഡ് ലൈൻസും ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അബുദാബി ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് സാരിയത്ത് ബീച്ചാണ്. അതിന് ഫീ ഉണ്ട്, എൻട്രി ഫീ ഉണ്ട്. അത് അബുദാബിയിൽ നിന്നും സ്വല്പം ദൂരെ മാറിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അടുത്ത ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് ഹുദ്രിയാത്ത് ബീച്ചിനെ പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇട്ടേക്കാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിലൂടെ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. പിള്ളേരെല്ലാം ഒരു ട്രിപ്പ് മൂഡിലാണ്. പിള്ളേരെല്ലാം സ്വിമ്മിങ് ചെയ്യാനുള്ള ഡ്രസ്സുകളെല്ലാം ഇട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ പോയ ജോബീഷ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങി. ഈ ബീച്ചിലേക്ക് എൻട്രി ചെയ്യുന്നതിന് അഡൽട്ട്സിന് 10 ദിർഹംസും അതുപോലെ തന്നെ കുട്ടികൾക്ക് എബോവ് 3 years ഓൾഡ് ഉള്ള കുട്ടികൾക്ക് 5 ദിർഹംസുമാണ് അതിൻ്റെ ഫീ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് വാങ്ങി. അതുപോലെ തന്നെ സൺ ലോഞ്ച് വാങ്ങി. സൺ ലോഞ്ചിന് 25 AED ആണ്. അപ്പോൾ അവർ അംബ്രല്ലയും ബെഡെല്ലാം ഇട്ട് തരും. ഞങ്ങൾ ഒരു ബെഡ് വാങ്ങി സൺ ലോഞ്ച്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം അവിടെ വെക്കാമെന്നുള്ള പ്ലാനിലാണ് ഒരെണ്ണം വാങ്ങിയത്. കുട്ടികളായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഈ ബീച്ച് വളരെ മനോഹരമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കൂടാതെ പബ്ലിക് ബീച്ച് അല്ല, അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളില്ല. നമ്മൾ ഈ അബുദാബിയിൽ വീക്കെൻഡുകളിൽ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിൽ വരുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ബീച്ചിൽ പോയി കുളിക്കാനും എൻജോയ് ചെയ്യാനാണ്. പക്ഷേ അവിടെയെല്ലാം ധാരാളം ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് വരുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്യാമറ അല്പം ഷെയ്ക്ക് ആവുന്നുണ്ട്, കാരണം ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റായിരുന്നു, അതുകൊണ്ടാണ് അല്പം ഷെയ്ക്ക് ആവുന്നത്. അപ്പോൾ ഈ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2 കിലോമീറ്ററോളം നീളത്തിലാണ് കിടക്കുക. ഇതിന് 1 to 6 ഗേറ്റുകളുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഗേറ്റ് 1 and ഗേറ്റ് 2 ഫാമിലി ബീച്ചാണ്. അതുപോലെ തന്നെ ഗേറ്റ് 3 and 4 തികച്ചും ഫ്രീ ആണ്, എൻട്രി ഫ്രീ ആണ്. അതുപോലെ തന്നെ ഗേറ്റ് 5 and 6 മിക്സഡ് ബീച്ചസ് ആണ്. അവിടെ ഫീ ഉണ്ട്, എൻട്രി ഫീ ഉണ്ട്, 10 ദിർഹംസ് ആണ്. അപ്പോൾ ഗേറ്റ് 1, 2, 5 and 6 ബീച്ചസിൽ നമ്മൾ എൻട്രി ചെയ്യുന്നെങ്കിൽ 10 AED പേ ചെയ്യണം അഡൽട്ട്സിന്. കുട്ടികൾക്ക് 5 AED ആണ്. ഇവിടെ നല്ല ക്ലീൻ ആണ്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ബീച്ചസും മോണിറ്റർ ചെയ്യാൻ ലൈഫ് ഗാർഡ്സും സെക്യൂരിറ്റി സ്റ്റാഫ്സും ഉണ്ട്. അതുപോലെ സൺ ലോഞ്ചസും അംബ്രല്ലയും സെപ്പറേറ്റ് ഷവറിങ് ഫെസിലിറ്റിയും ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഗേറ്റ് 3 and 4 ഫ്രീ ആണ്. അപ്പോൾ അവിടെ മാത്രം സൺ ലോഞ്ചസ് ഇല്ല, അംബ്രല്ലയും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അയയ്ക്കുക. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു. നമ്മൾ ഏകദേശം 5 മണി ആയപ്പോഴാണ് വന്നത്. അപ്പോൾ നല്ലപോലെ എൻജോയ് ചെയ്തു. സന്ധ്യ മയങ്ങി. ഞങ്ങൾ പോകാൻ പ്ലാനിട്ടിരിക്കുക. ഇവിടെ 7 മണി വരെ ബീച്ചിൽ ചാടാം. അതാണ് ഇപ്പോഴത്തെ ടൈമിങ്. ആഫ്റ്റർ 7 നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാം ടിൽ 12 o'clock വരെ. ബർത്ത്ഡേ പാർട്ടിയോ അതുപോലെ ഫ്രണ്ട്സുമായിട്ട് ഗ്യാദർ ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണിത്. നിങ്ങൾ കാണാൻ സാധിക്കും ധാരാളം ആളുകൾ നിൽക്കുന്നത്. സമയം ഇപ്പോൾ 7:30 ആയി. ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്നും വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു.
ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. കുട്ടികൾ ധാരാളം കളിച്ചു. കുട്ടികൾക്കുള്ള ടോയ്സൊക്കെ ആയിട്ടാണ് വന്നത്, അതുപോലെ സ്വിം ചെയ്യാനുള്ള ഡ്രസ്സും. ഇവിടെ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ബീച്ചിൽ ചാടുവാനാണ് വരുന്നതെങ്കിൽ ബീച്ചിൽ ഇറങ്ങാനുള്ള ഡ്രസ്സുമായിട്ട് വേണം വരുവാൻ, അല്ലെങ്കിൽ ഇവർ ബീച്ചിൽ ഇറങ്ങുവാൻ സെക്യൂരിറ്റി ഗാർഡ് സമ്മതിക്കത്തില്ല. വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബീച്ചാണിത്. അതുപോലെ തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ ചൂട് കുറയ്ക്കാനായിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയും ഈ ബീച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ്. ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് ഇതിന് പുറത്തു നിന്ന് തന്നെ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ബൈ ബൈ.